രാത്രി ആ ദൈവത്തെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ 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 സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി സഹോദര, മരുഭൂമിയിലേക്ക് നിന്നെ വിളിച്ചിറക്കിയത് നിനക്കുള്ള മന്ന കരുതിയിട്ട. ഹല്ലേലൂയ, സ്തോത്രം. നിനക്കുള്ള ഇറച്ചി കരുതിയിട്ട ദൈവം വിളിച്ചിറക്കിയത്. നിന്റെ ചെരുപ്പ് തേയാത്തവെന്നും ആക്കിയിട്ട് അതിനെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന് എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാകും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. കരുതിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, നടത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ക്യാമ്പിലെ സാക്ഷ്യം നമ്മൾ കേട്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഇത് അപ്പോസ്തലന്മാർ ചെയ്തു വന്നിരുന്ന കാര്യമാണ്. ഇത് പലപ്പോഴും ക്രിസ്ത്യാനികൾ ഇത് വായിക്കുമ്പോൾ അന്ന് നടന്ന ഒരു കഥയായിട്ടേ തോന്നത്തുള്ളൂ. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും വിശ്വസിച്ചാൽ അതേ ദൈവത്തിന്റെ ശക്തി ഈ മീറ്റിംഗിൽ വ്യാപരിക്കും. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്, മുഖവുരയില്ലാതെ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. പക്ഷേ 3-4 ക്ലാസ്സുകളായി അതേ വാക്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ഇനിയും ഒരു 10-15 ക്ലാസ് കൂടെ ഒറ്റ വാക്യത്തിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പോൾ അതിൽ അബ്രഹാമും യേശുവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി ഈ വംശാവലി എഴുതുമ്പോൾ അബ്രഹാമിനെയും ദാവീദിനെയും യേശുവിനെയും പറ്റി പറഞ്ഞിട്ട് 3 തരത്തിൽ തിരിച്ച് 3 തലമുറകളായി തിരിച്ച് ആ തലമുറകളെ പഠിപ്പിച്ചുകൊണ്ട് യേശുവിൽ വന്നു നിൽക്കുന്ന ആ വംശാവലിക്കാത്തിൽ അബ്രഹാമിനും യേശുവും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ, ആരാനിൽ വെച്ച് ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം. 7 അനുഗ്രഹങ്ങൾ ദൈവം അബ്രഹാമിന് കൊടുത്തു. ഏതൊക്കെയായിരുന്നു? 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3, നിന്റെ പേർ വലുതാക്കും. 4, നീ ഒരു അനുഗ്രഹമായിരിക്കും. 5, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 6, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 7, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി ഈ 7 വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ചു, അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? എന്നാൽ ഈ വാഗ്ദത്തത്തിന്റെ ആഴം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശേമിനോട് നോഹ വഴി ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമായിരുന്നു അബ്രഹാം വിളിച്ച് വേർതിരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതുപോലെ അബ്രഹാമിന് ഈ വാഗ്ദത്തം കൊടുത്തപ്പോൾ ഭൗമികമായ നിലയിൽ അബ്രഹാമിന് അന്നേരം കുഞ്ഞുങ്ങളില്ല. സാറ മച്ചിയായിരുന്നു എന്നാണ് വചനം പറയുന്നത്. 75-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുമ്പോൾ ഈ 7 വാഗ്ദത്തങ്ങളും അബ്രഹാമിന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവിടം കൊണ്ട് വാഗ്ദത്തം തീർന്നില്ല എന്ന് കാണുവാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ, ദൈവം അവനോട് വാക്ക് ചെയ്യുമ്പോൾ, ആ വാക്ക് ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആ വാക്ക്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്,
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര അധികം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒറ്റ ഉത്തരമേ ദൈവത്തിന്റെ സന്നിധിയിലുള്ളൂ, ഉവ്വ്. അപ്പം ജനറേഷൻസ് മാറിയാലും തലമുറ മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തം നിലനിൽക്കും. അതിന് അതിൻ്റെതായ ആഴമുണ്ട്. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്, അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, അനുഗ്രഹം ലഭിക്കേണ്ടാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. എല്ലാവർക്കും ആഗ്രഹം അനുഗ്രഹം വേണം. അനുഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടങ്ങളാണ് പലരെയും പല ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത്. ചിലരെത്തപ്പെടുന്നത് ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് പുറമെ, ചിലർ അതിനും അപ്പുറത്തേക്ക് എത്തപ്പെടുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ വാഗ്ദത്തം ഭൗമിക വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ദൈവം നിന്നോടൊരു വാഗ്ദത്തം ചെയ്താൽ, ദൈവം ഇന്ന് രാത്രി എന്നോടൊരു വാഗ്ദത്തം ചെയ്താൽ, നിന്റെ ഭൗമിക മേഖലയ്ക്ക് മാത്രം വ്യത്യാസം വരുന്ന ഒരു വാഗ്ദത്തമല്ല ദൈവം ചെയ്യുന്നത്. കാരണം ദൈവം നിന്റെ ജഡത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ദൈവം നിന്റെ ആത്മാവിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. എന്നാൽ ദൈവത്തിന്റെ ഹൃദയം ഒന്ന് പരിശോധിച്ചേ. ഏദൻ തോട്ടം മുതൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനെ എനിക്ക് അനുഗ്രഹിക്കണം, ഞാൻ ഉണ്ടാക്കിയ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി നമ്മളോട് തന്നെ പറയുക, അയ്യോ ഞാനൊരു ശാപമാണ്, ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയല്ല, എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവം പറയുക, കുഞ്ഞെ, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് തന്നെ നിന്നെ അനുഗ്രഹിക്കാനാ. നിങ്ങൾ വായിച്ചു നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ആദമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ബി ഫ്രൂട്ട്ഫുൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണം, പെരുകണം, ഭൂമിയിൽ നിറയണം, സകലത്തിന്മേലും നീ വാഴണം, അതിൻ്റെ മേൽ റൂൾ ചെയ്യണം, സബ്ഡ്യൂ ചെയ്യണം. അപ്പം ഏദൻ തോട്ടത്തിൽ തുടങ്ങി ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ദൈവം അബ്രഹാമിനെ മാത്രമല്ല അനുഗ്രഹിച്ചത്, ആദിമ മനുഷ്യനെ തൊട്ട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാൻ ഉണ്ടാക്കിയ എന്റെ മനുഷ്യനെ ഞാൻ അനുഗ്രഹിക്കണം, അവൻ ഇതിന്റെ മേൽ വാഴണം, അവൻ ഭൂമിയിൽ പെരുകണം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ വിട്ടുപോയപ്പോൾ വാഴുവാൻ വിളിക്കപ്പെട്ടവൻ വേലക്കാരനായി മാറി. അല്ലെങ്കിൽ വാഴുവാൻ വിളിക്കപ്പെട്ടവൻ എന്തിനെ അവൻ വാഴുന്നോ അതിന്റെ അടിമയായി മാറി. ഇല്ലേ? അതാണ് നാം കാണുന്നത്. ഉൽപ്പത്തി 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിൽ നിന്നെടുത്ത് നിലത്തിലെ വേലക്കാക്കി. അവിടെ അങ്ങനെയല്ലേ അച്ഛൻ എഴുതിയിരിക്കുന്നത്? അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കണ്ടോ? വായിക്കുന്ന വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാഴുവാൻ ദൈവം അനുഗ്രഹിച്ച്, പെരുകുവാൻ അനുഗ്രഹിച്ച്, ഇതിനെല്ലാം ഭരിക്കുവാൻ അനുഗ്രഹിച്ച് ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ പാപം ചെയ്തപ്പോൾ, അവൻ സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ, പാമ്പ് വഞ്ചിച്ച് പാപം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഇപ്പോൾ ദൈവവചനം പറയുന്നു, ഇപ്പോൾ അവന്റെ ജോലി വാഴുകയല്ല, അവന് വേറൊരു ജോലി കിട്ടി, നിലത്തിലെ വേല ചെയ്യുന്നു. ദൈവം അവനെ ശപിക്കുമ്പോൾ, നീ നിന്റെ വിയർപ്പ് കൊണ്ട് നീ നിന്റെ ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ട ആദാം ശപിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം, എന്നാൽ ഇനി ഞാൻ ആരെ അനുഗ്രഹിക്കത്തില്ല എന്ന് വിചാരിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, നോഹയുടെ കാലത്ത് മനുഷ്യന്റെ ദുഷ്ടത വലിയത്, അവന്റെ ഹൃദയവിചാരങ്ങൾ വലിയതെന്ന് ദൈവം കണ്ടു. എന്നാൽ നോഹ ആ തലമുറയിൽ നിഷ്കളങ്കനും നീതിമാനും ദൈവകൃപ ലഭിച്ചവനുമായി ഇരുന്നു. നോഹയെ ഈ പെട്ടകം പണിയാൻ ഏൽപ്പിച്ച ശേഷം പെട്ടകമൊക്കെ പണിഞ്ഞു.
പ്രസംഗിച്ചിട്ട് ആരും പെട്ടകത്തിൽ കയറിയില്ല. ദൈവത്തിന്റെ കൽപ്പന കേട്ട് പെട്ടകത്തിൽ നോഹയും നോഹയുടെ കുടുംബവും കയറി, അല്ലേ? അത് കഴിഞ്ഞ് ഈ പെട്ടകം പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞതിന് ശേഷം നോഹ ഇറങ്ങി യാഗപീഠം പണിത് യാഗം കഴിച്ചു. അതിനുശേഷം നോഹയോട് ദൈവം പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ആദമിനോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ദൈവം നോഹയോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ. കണ്ടോ, ഇതേ കാര്യം തന്നെ അല്ലേ ആദമിനോട് ദൈവം പറഞ്ഞത്, അല്ലേ? ഇതേ അനുഗ്രഹമല്ലേ ആദമിനെ ദൈവം അനുഗ്രഹിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷവും ദൈവകൽപ്പന പ്രമാണിക്കുന്നവന്റെ മേൽ ദൈവത്തിനൊരു അനുഗ്രഹമുണ്ട്. അവന്റെ എപ്പോഴത്തെയും ആഗ്രഹം നീ പെരുകണം, നിന്റെ അതിര് വിശാലമാണ്. അതാണ് എബ്ബേസ് പ്രാർത്ഥിച്ചത്. എബ്ബേസ് നീ മർമ്മം മനസ്സിലായി, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലായി. താൻ ശപിക്കപ്പെട്ടവനാണെന്ന് തന്റെ അമ്മ തനിക്ക് പേരിട്ടെങ്കിലും, താൻ വ്യസനപുത്രനാണെന്ന് തന്റെ അമ്മ തന്റെ പേരിട്ടെങ്കിലും ദൈവത്തിന്റെ ഹൃദയം എബ്ബേസിന് മനസ്സിലായി. ഈ ദൈവത്തെ ഞാൻ വിളിച്ചാൽ ഈ ദൈവം ആദമിനെ തൊട്ട് ഒരുത്തനെ അനുഗ്രഹിക്കാൻ നോക്കി നടക്കുകയാണ്. ഇന്ന് രാത്രിയും അതേ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ചിലരെ നോക്കി നടക്കിയ ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനത്തിൽ പറയും, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയും അതേ കണ്ണുകൾ ഇതിന്റെ നടുവിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതേ കണ്ണുകൾ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബുദ്ധിമാനാണെങ്കിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിനെ വിളിക്കുമ്പോൾ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്നെ വലിയൊരു, കണ്ടോ? അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഹൃദയം എങ്ങനെ? അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചിറക്കിയതുണ്ടല്ലോ, നിന്നെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ഹാരാനിൽ കൊണ്ടുവന്ന് ഹാരാനിൽ നിന്ന് കനാലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? പാലും തേനും ഒഴുകുന്ന ഒരു ദേശം നിനക്ക് അവകാശമായി തരുവാണ്. നിന്റെ സന്തതി മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാണ് കുഞ്ഞെ, നിന്നെ അനുഗ്രഹിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ വാഗ്ദത്തം പറയുമ്പോൾ ദൈവം അവനോട് പറയുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നിന്റെ അതിർ വിസ്താരമാക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിന്ന സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഈ വിധങ്ങൾ അവന്റെ ജീവിത യാത്രയിൽ പലപ്പോഴും അവനെ ദൈവം ഓർപ്പിച്ചു. അബ്രഹാം ഈ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഈ യാതൊരു അനുഗ്രഹങ്ങളും അവന്റെ മുൻപിൽ ഇല്ല. സാറ മച്ചിയാണ്, കുഞ്ഞുങ്ങളില്ല. തന്റെ കൂടെയുള്ള ഇതൊക്കെ വെച്ച് നോക്കിയാൽ തന്റെ കാര്യസ്ഥനാണ് തനിക്കിനി അവകാശിയാകുവാൻ പോകുന്നത്. എന്നാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ദൈവം എന്നെ വിളിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇതിന്റെ പേരാ വിശ്വാസം, ഇതിന്റെ പേരാ വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടപ്പെട്ടു. എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസമുണ്ടായാൽ പോരാ, വിശ്വാസം നീതീകരിക്കപ്പെടണം. വിശ്വാസം നീതീകരിക്കപ്പെടണം. വിശ്വാസം നീതീകരിക്കപ്പെടുമ്പോഴാണ് അതിന്റെ പ്രവൃത്തി കാണുന്നത്. 99-ാമത്തെ വയസ്സിൽ അബ്രഹാം ബുദ്ധിയിരിക്കുമ്പോഴും ഈ വിശ്വാസം നീതീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 25 വർഷം കൊണ്ട് നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസം 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സോദോം രാജാവ് അവനെ അനുഗ്രഹിച്ചിട്ടും അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അബ്രഹാമിനെ ദൈവം വീണ്ടും ദർശനത്തിൽ ഇടപെട്ട് അവന്റെ വാഗ്ദത്തത്തെ പറ്റി ഉറപ്പിക്കുന്നു. എപ്പോഴാണെന്ന് അറിയാമോ? സോദോം രാജാവിന്റെ അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞു.
ദൈവം തരുന്ന അനുഗ്രഹം മാത്രം മതി എന്റെ ജീവിതത്തിൽ. സോദോം രാജാവിന്റെ അനുഗ്രഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭക്തനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം വന്ന് കടന്നപ്പോൾ അവന്റെ ദർശനത്തിൽ ദൈവം ചെന്നിട്ട് അവനോട് പറയുന്ന കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നീ ആ ചെയ്തത്, ഹല്ലേലൂയ സ്തോത്രം, നീ ആ തള്ളിക്കളഞ്ഞതുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നീ മനുഷ്യന്റെ കൈ തള്ളിക്കളഞ്ഞു, ദൈവത്തിന്റെ കൈ അവിടെ വെളിപ്പെട്ടു വന്നു. അന്ന് രാത്രി തന്നെ ദൈവം അവനോട് സംസാരിച്ചു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ പോകുക. അവന്റെ വാഗ്ദത്തത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാം, മാനുഷികമായ അനുഗ്രഹങ്ങൾ നമ്മൾ തള്ളിക്കളയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതൊരു വലിയ നഷ്ടമായി പോയല്ലോ, അതൊരു വലിയ നഷ്ടമായി പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ അന്ന് രാത്രി തന്നെ ദൈവം അവനോട് പറയുക, കുഞ്ഞാൻ, നീ തള്ളിക്കളഞ്ഞ നഷ്ടമല്ല, ഞാൻ അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ളതാണ്. വിശ്വാസം നീതീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക അബ്രഹാമിന്. അതുവരെ അബ്രഹാമിന്റെ പേര് അബ്രാം എന്നായിരുന്നു. അബ്രാം എന്ന് വെച്ചാൽ പിതാവ്. അബ്രാം എന്ന് വെച്ചാൽ പിതാവ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവനോട് പറയുന്നു, ഇനി നിന്റെ പേര് അബ്രാം എന്നല്ല, ഞാൻ നിന്നെ അബ്രഹാം എന്നാക്കുകയാണ്. അവിടെ വെച്ച് അബ്രഹാമിന്റെ പേര് മാറ്റപ്പെട്ടു. പിതാവ് എന്നുള്ളടത്ത്, ഫാദർ എന്നുള്ളടത്ത് ഇപ്പം ഇതാ പേര് മാറ്റി, അർത്ഥവും മാറി. ഫാദർ ഓഫ് മെനി. ഒരാളുടെ പിതാവെന്നല്ല, അനേകരുടെ പിതാവ്, അനേകരുടെ പിതാവ് എന്ന് അബ്രഹാമിന് നാമകരണം ദൈവം കൊടുക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. ഈ സമയത്ത് ഇസ്ഹാക്കുണ്ടോ? ഇല്ല. ഈ സമയത്ത് ആരുമില്ല. വിശ്വാസത്തിന്റെ യാതൊരു പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കാണുവാനില്ല. പക്ഷെ ദൈവം അവന്റെ പേര് മാറ്റി. സാറായിയുടെ പേരും ദൈവം മാറ്റുന്നു. 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 17-ാം അധ്യായത്തിൽ നാം കാണുന്നു, സാറായി എന്നല്ല, ഇനി മുതൽ അവൾ സാറ എന്ന് വിളിക്കപ്പെടണം. സാറായി എന്ന വാക്കിന്റെ അർത്ഥം മൈ പ്രിൻസസ്, എന്റെ രാജകുമാരി. സാറ എന്ന വാക്കിന്റെ അർത്ഥം രാജകുമാരി എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ എന്നുള്ളത് മാറി അനേകരുടേതായി മാറി. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തം നീതീകരണം പ്രാപിക്കുന്ന ചില ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ആദ്യം ദൈവം അവനോട് വാക്ക് പറഞ്ഞു. രണ്ടാമത് ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് അബ്രഹാം മനുഷ്യൻ എന്നുള്ള നന്മ നിരസിച്ചു. അപ്പോൾ ദൈവം അവന് ആ വാഗ്ദത്തം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. മൂന്നാമത് അവന്റെ പേര് ദൈവം മാറ്റി. ഹല്ലേലൂയ. അവന്റെ വീട്ടിലിട്ട പേര് ദൈവം മാറ്റിയിട്ട് ദൈവമായിട്ട് അവനൊരു പേരിട്ടു. ഹല്ലേലൂയ സ്തോത്രം. നീ ഇനി പിതാവല്ല, നീ അനേകരുടെ പിതാവായി മാറും. നീ ഇനി ഹല്ലേലൂയ അവന്റെ രാജ്ഞിയല്ല, ഇനി അനേകർക്ക് രാജ്ഞിയായി നീ മാറുവാൻ പോകുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന വിഷയവും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ മത്തായി എന്തുകൊണ്ടായി പറയുന്നത്? അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശുക്രിസ്തു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടോ, അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതെന്ന്. അപ്പോൾ നാം നോക്കുമ്പോൾ ഫിസിക്കലായി അബ്രഹാമിന്റെ സന്തതികൾ ഇസ്രായേലായി മാറ്റപ്പെട്ടു, ഇല്ലേ? അല്ലേ? അപ്പൊ അബ്രഹാമിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം, ഞാൻ നിന്നെ വലിയൊരു, അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ജാതി എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേലാണ്. എന്നാൽ ഈ വാക്യം പറയുന്നു, അബ്രഹാമിന്റെ സന്തതി ഇസ്രായേൽ മാത്രമല്ല, അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ മറ്റ് ചിലർ കൂടെ ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അബ്രഹാമിന്റെ അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ മറ്റ് ചിലർ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ വാഗ്ദത്തത്തിന്റെ ആഴം?
ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വാഗ്ദത്തമല്ല അബ്രഹാമിൻ്റെത്. ഇപ്പോൾ വാഗ്ദത്തം കുറെ കൂടെ എക്സ്പാൻഡായി. മനസ്സിലായോ? തലമുറ തലമുറ കൈമാറി ഇസ്രായേലായി മാറി യഹൂദ ജനം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആ ആഗമനത്തോടുകൂടെ ഇപ്പോൾ ജാതികളും അബ്രഹാമിന്റെ പുത്രന്മാരായി. ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെയാ? എണ്ണിത്തീരാൻ പറ്റത്തില്ല. എണ്ണിത്തീരാൻ പറ്റത്തില്ല. ഇസ്രായേലിനെയാണ് എണ്ണ, അല്ലേ? ഇസ്രായേലിന് കണക്കുണ്ട്. നെഹമ്യാവൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. അവർ എല്ലാ ആലയ പണി തുടങ്ങുമ്പോഴും അവർ ഗോത്രം ഗോത്രമായി കണക്കെടുക്കും. ഇസ്രായേൽ ഗോത്രത്തിൽ രൂബേൻ ഗോത്രം, യഹൂദ ഗോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗോത്രം ഗോത്രമായി കണക്കെടുക്കും. ഇപ്പോൾ എന്താ കണക്ക്? യേശുക്രിസ്തു മുഖാന്തരം ജാതികൾക്ക് എന്ന് വെച്ചാൽ ഇന്ന് രക്ഷിക്കപ്പെടുന്നവനും നാളെ രക്ഷിക്കപ്പെടുന്നവനും അടുത്ത ദിവസം യേശുക്രിസ്തു മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിൽ വരുന്നവനും ആരായി മാറ്റപ്പെട്ടു? അബ്രഹാമിന്റെ സന്തതിയായി മാറ്റപ്പെട്ടു. കണ്ടോ? വാഗ്ദത്തം വ്യാപരിക്കുന്ന അളവ് കണ്ടോ? വാഗ്ദത്തം അവിടെ നിന്നില്ല. അബ്രഹാമിന്റെ ശവക്കല്ലറ കൊണ്ട് ദൈവം അവന് കൊടുത്ത വാഗ്ദത്തം നിന്നില്ല. അവന്റെ സന്തതി പരമ്പരകളായ ഇസ്രായേൽ കൊണ്ട് വാഗ്ദത്തം നിന്നില്ല. ഇതാ യേശുക്രിസ്തു മുഖാന്തരം ജാതികളിൽ അബ്രഹാം മുഖാന്തരമുള്ള വാഗ്ദത്തം വന്ന് നിൽക്കുകയാണ്. ആമേൻ. അപ്പൊ ഇന്ന് രാത്രി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തികളൊക്കെ ആരുടെ മക്കളാണ്? ആമേൻ. അതുകൊണ്ട് സക്കായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ അതുവരെ പാപിയായിരുന്നു. മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അവനോട് പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. എപ്പോഴാണ് അവൻ അബ്രഹാമിന്റെ മകനായ? അവൻ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവത്തോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരട്ടി കൊടുത്തുകൊള്ളാം, എന്റെ മുതലിൽ തന്നെ ആ പാതി ഞാൻ വിറ്റ് ദരിദ്രർക്ക്. അപ്പോഴാണ് അവൻ അബ്രഹാമിന്റെ മകനായത്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും പറയുകയാണ്, ഞാനും ഇതുപോലെ യേശുവിനോട് പറയുകയാണ്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ മടക്കി കൊടുത്ത് ഞാൻ ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാനും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നീയും അബ്രഹാമിന്റെ മകനാകിയ അബ്രഹാമിന്റെ രക്ഷ നിന്റെ ഭവനത്തിലും വരികയാണ്. വായിക്കാം ഗലാത്യർ 3:6 മുതൽ 9 വരെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിയുന്നു. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നതെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിങ്ങൾ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പുകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഇപ്പം മനസ്സിലായോ? ആ വാക്യം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണം. ആ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് അവൻ എന്ത് ലഭിച്ചു? അനുഗ്രഹം ലഭിച്ചു, വാഗ്ദത്തം ലഭിച്ചു. അപ്പൊ അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ അബ്രഹാമിന്റെ മോനായി വരണം, അല്ലേ? ശരിയല്ലേ? നമ്മുടെ പപ്പയുടെ അവകാശമല്ലേ നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള അവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ അദ്ദേഹം നമ്മുടെ പിതാവായിരിക്കണം, നാം അദ്ദേഹത്തിന്റെ മകനായിരിക്കണം, ഇല്ലേ? അബ്രഹാമിൻ മുഖാന്തരം ലഭിച്ച വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാം എന്ന് വെച്ചാൽ ആർക്ക്? ഇസ്രായേലിന് മാത്രമല്ല, ഈ യേശുക്രിസ്തു മുഖാന്തരം തെരഞ്ഞെടുക്കപ്പെട്ട പുറം ജാതിക്കാരന് ഈ അനുഗ്രഹം പ്രാപിക്കാമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മളോട് തന്നെ പറയണം, ഹല്ലേലൂയ, ഞാനും അബ്രഹാമിന്റെ മോന, അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി ഞാനും വിശ്വസിക്കുക, അത് എനിക്കും നീതിയായി കണക്കിടുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ 7 അനുഗ്രഹങ്ങൾ വരും. ഏതൊക്കെയാണ്? അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 7 അനുഗ്രഹങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം അബ്രഹാമിന്റെ മകനായി നീയും അബ്രഹാമുമായി ബന്ധിക്കപ്പെട്ടതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഈ അവകാശം നമുക്ക് ലഭിച്ചിരിക്കുക.
ഗലാത്യർ 3:22. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ ദൈവമയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. വചനം വളരെ ക്ലിയറായിട്ട് പറയുക, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ആര് മുഖാന്തരം? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ. അപ്പൊ വാഗ്ദത്തം ഇന്ന് നാം പ്രാപിക്കുന്നത് അബ്രഹാം വഴിയല്ല നാം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മധ്യസ്ഥൻ വഴിയല്ല നമ്മൾ പ്രാപിക്കുന്നത്, ഏതെങ്കിലും ഒരു ഇടനിലക്കാരൻ വഴിയല്ല പ്രാപിക്കുന്നത്. ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്കും ദൈവത്തിനുമിടയിൽ ഒരേ ഒരു ആളെ ഉള്ളൂ. അവൻ മുഖാന്തരം വേണം ഈ വാഗ്ദത്ത വിഷയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ. ഇന്ന് രാത്രി മറ്റേതെങ്കിലും സ്ഥലത്ത് ഈ വാഗ്ദത്തം തേടി നീ അലയുന്നുവെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. ദൈവവചനം വളരെ സ്പഷ്ടമായിട്ട് വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാ പറയുന്നത്. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിനെ നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് ഞാൻ എന്തോ വേണമെന്നല്ല ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തു മുഖാന്തരം ഈ വിശ്വാസത്താൽ വാഗ്ദത്തം നിനക്കും പ്രാപിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അതേ വാഗ്ദത്തം കേട്ടോ, അതേ അവകാശം, അതേ ഇൻഹെറിറ്റൻസ്, അതേ പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പുറം ജാതിപ്പെട്ടതാ, ഞാൻ കഴിവില്ലാത്തവനാ, ഞാൻ ഒന്നുമില്ലാത്തവനാ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ തയ്യാറാകൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് മുഖാന്തരം നിനക്ക് ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഗലാത്യർ ലേഖനം 3:16. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നു. അത് ക്രിസ്തു തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ആ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ. അബ്രഹാമിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു. അതാരാ? ഹല്ലേലൂയ, സ്തോത്രം. അതാരാ? ഒന്ന് പറഞ്ഞാട്ടെ, അതാരാ? യേശു ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തുവാണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് പറയുക. ഇതാണ് മത്തായി 1:1 എഴുതി വച്ചിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം. ആ വാക്യം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തു. ഇപ്പം മനസ്സിലായോ? അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തു. അപ്പോസ്തലനായ പൗലോസ് അതിനുശേഷം ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് വിളിച്ചു പറയുക, അനേകരെ കുറിച്ചല്ല, ഏകനെ പറ്റി. എന്ന് വെച്ചാൽ ആ വാഗ്ദത്തത്തിന്റെ ദീർഘവീക്ഷണമാണ് പറയുന്നത്. ഇസഹാക്കിനെ പറ്റിയല്ല. ഇസഹാക്കും കഴിഞ്ഞ്, യാക്കോബും കഴിഞ്ഞ്, യോസഫും കഴിഞ്ഞ് ഇങ്ങ് വന്നു നിൽക്കുക. വന്നു നിന്ന് അവസാനം എവിടെ എത്തി? യോസഫ് കഴിഞ്ഞ് ഇതാ ഒരുവൻ വരുന്നു, യേശു ക്രിസ്തു. ഇതല്ലേ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത്. 3 ഘട്ടങ്ങളായി തിരിച്ച് മത്തായി പറഞ്ഞ് അവസാനം കൊണ്ട് നിർത്തുന്നതല്ല. യേശു ക്രിസ്തുവിൽ വാഗ്ദത്തം ആരിൽ കൂടെ വരണം? യേശുവിൽ കൂടെ. മത്തായി വിളിച്ചു പറയുക, യഹൂദന്മാരെ, ഈ മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സുവിശേഷമാണ് ഈ 1-ാം വാക്യത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. നാം വായിക്കുമ്പോൾ ആ വാക്യം വളരെ ചെറുതാണ്. അബ്രഹാമിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തു. പക്ഷേ നാം പഠിക്കുമ്പോൾ അതിൻ്റെ ആഴം ഇനിയും അളക്കുവാനുണ്ട്. ഇനിയും നമ്മൾ അതിനകത്ത് പഠിക്കുവാനുണ്ട്. അബ്രഹാമിന്റെ മകനായ, ഹല്ലേലൂയ, സ്തോത്രം, യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുക, ഈ അനേകരെ കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്രോമിസ് അല്ല. അത് 2 തലമുറ, 3 തലമുറ, 4 തലമുറ വരെ നിൽക്കുന്ന ഒരു പ്രോമിസ് അല്ല. യേശു ക്രിസ്തു വരെ ദീർഘമായ ഒരു വാഗ്ദത്തമായിരുന്നു അബ്രഹാമിനോട് ദൈവം ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അബ്രഹാമിന്റെ മക്കൾ എത്ര എന്ന് പറഞ്ഞു? അബ്രഹാമിന്റെ മക്കൾ എത്ര? ഇന്ന് രാത്രി ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ ആരാ? അപ്പോ നന്ദി എണ്ണു
നാളെ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവന്റെ പേരെന്താ? അബ്രഹാമിന്റെ മോനെന്നാണ് അവന്റെ പേര്. ഇപ്പം ആ ആഴം ഒന്ന് മനസ്സിലാക്കിയ നക്ഷത്രങ്ങൾ പോലെ. മനസ്സിലായിരുന്നോ? നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കും. 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയാക്കി ധരിച്ച് കയ്യിൽ തുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. മതി. ഇന്ന് രാത്രി കാര്യങ്ങൾ ഉയർത്തുമെന്നുള്ള സ്തോത്രം പറയാം. ആ വാക്യം പറയുക, എത്ര പേരാ? ഓരോ ഗോത്രത്തിന്റെ കണക്ക് അതിന്റെ മേളിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാ, രൂബേൻ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാ, യഹൂദാ ഗോത്രത്തിൽ നിന്ന് എത്ര പേരാ എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം യോഹന്നാൻ കാണുകയാ, ഇതിനു പുറമേ അബ്രഹാമിന് ഫിസിക്കലായിട്ടുണ്ടായ മക്കൾക്ക് പുറമേ അബ്രഹാമിന്റെ മക്കളായ യാക്കോബിന്റെ മക്കളിൽ നിന്ന്, കൊച്ചുമോനായ യാക്കോബിൽ നിന്ന് 12 ഗോത്രത്തിലുണ്ടായതിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയുക, ഇതിനു പുറമേ. രാത്രി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ദൈവം ഒരു വാഗ്ദത്തം തരുമ്പോൾ ഇതിന് പുറമേ എന്നുകൂടെ വിചാരിക്കണം. അതാ ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ശലോമോൻ എന്തുവാ ചോദിച്ചേ? ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം. എന്നാൽ ദൈവം കൊടുത്തതും അവന് ജ്ഞാനവും കൊടുത്തു. അതിനു പുറമേ അവൻ ചോദിക്കാത്ത ചിലതും കൂടെ അവൻ ദൈവം കൊടുത്തു. അവൻ ചോദിക്കാത്ത ചിലതും കൂടെ അവൻ കൊടുത്തു. അവൻ ചോദിക്കാത്ത സമ്പത്തും അവൻ ചോദിക്കാത്ത മഹത്വവും ശലോമോന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തു. ഇന്ന് രാത്രി കുഞ്ഞെ, ദൈവം നമുക്കൊരു വാഗ്ദത്തം തരുന്നത് ഫിസിക്കലായിട്ട് നമുക്ക് അളക്കുവാൻ പറ്റത്തില്ല. അതിൻ്റെ ആഴം നമ്മുടെ കണ്ണുകൾ കൊണ്ട് അതിൻ്റെ ആഴം അളക്കുവാൻ പറ്റത്തില്ല. അതിൻ്റെ ആഴം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു. ആകാശം മാറിയാൽ ഭൂമി മാറിയാൽ എൻ്റെ വാക്കുകൾ മാറില്ല. ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗിച്ച വചനം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കട്ടെ. നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിന് പുറമേ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ ഇസ്രായേലിനെ പറ്റി മാത്രമല്ല ദൈവം വാഗ്ദത്തം ചെയ്തത്, യേശു ക്രിസ്തു മുഖാന്തരം താൻ വിടുവിക്കപ്പെടുവാൻ പോകുന്ന, രക്ഷിക്കപ്പെടുന്ന വലിയ ഒരു കണക്കുകൂട്ടൽ കണ്ടുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, കുഞ്ഞെ ഇത് മണൽത്തരി പോലെ, ഇത് കടൽക്കരയിലെ മണൽത്തരി പോലെ, ഇത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാ എന്ന് പറഞ്ഞത്. ഇന്ന് രാത്രി ദൈവം നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് നീ സ്വർഗത്തിലേക്ക് നോക്ക്. ദൈവം അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിറക്കിയപ്പോൾ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ നിന്റെ തലമുറ കൊണ്ട് തീരുന്ന ഒരു വാക്കല്ല അത്. ഹല്ലേലൂയ, നീ മരിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് തീർന്നു പോകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുകയില്ല. കണ്ണുകൾ അടയ്ക്കാം.